അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് ജാതികളിൽ നിൽക്കുന്നവരുടെ രക്ഷയെ പറ്റി പാസ്റ്റർ അഭിപ്രായം എന്താണ്? അപ്പൊ എങ്ങനെയാണ് ഒരു ക്രിസ്തു അവരിൽ ഇടപെടുന്നത്? അതില് സഭയുടെ റോൾ എന്താണ്? അതിനെ കുറിച്ചൊന്ന് പറയൂ. പിന്നെന്താ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദര? അങ്ങനെ ഒരു രക്ഷയുടെ ഈ ജെറുസലേം ദൈവാലയം റോമാക്കാർ നശിപ്പിക്കാൻ പോവാ, അവിടുന്ന് രക്ഷപ്പെട്ടോളുക, ഇതാണ് ആദ്യ നൂറ്റാണ്ടിൽ അവർ പ്രസംഗിച്ചത്. ഈ ദൈവാലയ നാശം എന്നുള്ള 11 ലക്ഷം പേരാ കൊല്ലപ്പെട്ടെ, അറിയോ? അതിൽ 1,20,000 പേര് അടിമകളാക്കപ്പെട്ടു. അവരെ ചങ്ങലയൊക്കെ ഇട്ട് മെനോറ ചുമപ്പിച്ചുകൊണ്ട് യെരുശലേം തെരുവിലൂടെ നടത്തി അവരെ കൊണ്ടുപോകുന്ന ചിത്രകാരന്മാരുടെ ഭാവനയിലുള്ള ചിത്രങ്ങളൊക്കെ ധാരാളം നമുക്ക് ലഭ്യമാണ്. അത് സംഭവിച്ച വലിയ ദയനീയമായ ഒരു കാര്യമാണ്. ജൂവിഷ് വാർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് ജോസീഫസിന്റെ. അന്നത്തെ കാലത്ത് ഒരു യഹൂദ വിമത ഈ തീവ്രവാദ പ്രവർത്തനത്തിലുള്ള ആളായിരുന്നു ഈ ജോസീഫസ്. അപ്പൊ അവൻ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ റോമാക്കാർ അവനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ നല്ല എഴുത്തും വായന അറിയാവുന്ന ആളായതുകൊണ്ട് അവനെ കൊല്ലാതെ അവനോട് ചോദിച്ചു, നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് ചോദിച്ചു റോമിന് വേണ്ടി. അപ്പൊ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ വധശിക്ഷ ഒഴിവാക്കി കൊടുത്ത ജോസീഫസിനെ ചരിത്രം എഴുതാൻ റോം നിയോഗിച്ചു. അതുകൊണ്ട് ചിലര് ഈ ജോസീഫസിനെ ഫ്ലാവിയസ് ജോസീഫസ്, അദ്ദേഹത്തെ ഒരു റോമൻ ചരിത്രകാരനായിട്ടും, അദ്ദേഹം യഹൂദനായിരുന്നുകൊണ്ട് യഹൂദ ചരിത്രകാരനായിട്ടും, അദ്ദേഹത്തിന്റെ പേര് ഗ്രീക്ക് പേരായതുകൊണ്ട് യവന ചരിത്രകാരനായിട്ടും പല രീതിയിൽ പറയുന്നുണ്ട്. ഏതൊക്കെയായാലും ഫ്ലാവിയസ് ജോസീഫസ് അന്നത്തെ കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ AD 70 ദൈവാലയം എങ്ങനെ തകർന്നു എന്നുള്ളത് ഒക്കെ സമയം കിട്ടുകയാണെങ്കിൽ സഹോദരൻ വായിച്ചു നോക്ക്. അപ്പൊ അവിടുന്ന് ആ ഒരു ഡിസ്ട്രക്ഷനിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ് അവിടെ കാണുന്ന പല പരാമർശങ്ങളും. അങ്ങനെ ഒരു രക്ഷ ഇനി ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു രക്ഷ ആവശ്യമില്ല. പിന്നെയുള്ളത് നമുക്ക് ഒരു പൊതുവിലുള്ള രക്ഷയാണ്. ഈ പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ലോസ്റ്റ് ഇന്നസെൻസ് ആണ്. ഈ ലോസ്റ്റ് ഇന്നസെൻസിനെ ക്രിസ്തു യേശു ഇൻകാർണേഷനിലൂടെ റിഡീം ചെയ്തു. സോ എന്ത് ചെയ്യണം? അക്നോളജ് ദ റിഡീം ദ ഇന്നസെൻസ് ഓഫ് ദ ഹ്യൂമാനിറ്റി. മനുഷ്യവർഗത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആ നിഷ്കളങ്കത നമ്മൾ തിരിച്ചറിയുന്നതാണ് സുവിശേഷം. അത് ഓൾറെഡി ക്രൈസ്റ്റ് ഈ ഡ്വെൽസ് ഇൻ എവരി പേഴ്സൺ. അതാണ് മഹിമാധനം. അതായത് യുഗങ്ങളിലൂടെ മറഞ്ഞിരുന്ന ഈ മഹാരഹസ്യം വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് വെളിപ്പെട്ടു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നോക്കിയാൽ മതി. അപ്പൊ പൗലോസ് ശ്ലീഹായ്ക്ക് വെളിപ്പെട്ട ആ ദിവ്യമായ രഹസ്യം, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് തന്നെ. സോ ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഡ്വെൽസ് ഇൻ യു. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് നിന്നിൽ ക്രിസ്തു വസിക്കുന്നു എന്നൊരാളോട് പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം, അല്ലെ ഗ്ലോറിയസ് ഗോസ്പൽ, അല്ലെ എറ്റേണൽ ഗോസ്പൽ. അപ്പൊ സനാതനമായ സുവിശേഷം അല്ലെങ്കിൽ തേജസ്സുള്ള സുവിശേഷം. ഈ സുവിശേഷം ഒരാളെ കാണുമ്പോൾ പറയുകയാണ്, താങ്കളിൽ ക്രിസ്തു വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ, ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലുണ്ട്. അല്ലാതെ നിങ്ങൾ ഇന്ന സർട്ടൻ ഒരു സെറ്റ് ഓഫ് റൂൾസ് അനുസരിക്കുകയും ഒരു പ്ലഡ്ജ് എടുക്കുകയും ചെയ്താൽ, വിശ്വസിക്കുക, ഏറ്റുപറയുക, അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളിൽ ക്രിസ്തു സംപ്രീതനാകും, നിങ്ങളെ ക്രിസ്തു കൈക്കൊള്ളും, നിങ്ങളിൽ വന്ന് പിന്നെ വസിക്കും. അങ്ങനെ 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 അത് റിലീജിയനാണ്, അത് ഗോസ്പൽ അല്ല. അതല്ലത്. ഓൾറെഡി ക്രൈസ്റ്റ് ഡ്വെൽസ് ഇൻ യു. അപ്പൊ ഇവിടെ കാണുന്ന, ഇന്ത്യ കാണുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു ഉണ്ട്, താഴെ കടയിൽ കാണുന്ന ഒരു വ്യക്തി ക്രിസ്തു ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ മത നേതാക്കന്മാരിലോ അത്ഭുത പ്രവർത്തകരിലോ ഒക്കെ ക്രിസ്തുവിനെ കാണാനും അല്ലെങ്കിൽ ദൈവത്തെ കാണാനും ഒക്കെ ശ്രമിക്കും, അവിടെ ഓടിക്കൂടും. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ എന്നാ, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ അത് എനിക്കാണ് ചെയ്തത്. അപ്പൊ നിങ്ങളെക്കാൾ താഴെയുള്ള ഒരാളിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള 100 പേരുണ്ട്, അതിൽ 60 പേരിൽ നിങ്ങൾ ക്രിസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% കാഴ്ചയുണ്ട്. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള 100 പേരിലും നിങ്ങൾ ക്രിസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് 100% കാഴ്ചശക്തി കിട്ടിയിരിക്കുന്നു. അപ്പൊ 20/20 വിഷനാണ്, വിഷന്റെ ഒരു അളവാണ്. കാഴ്ചശക്തി പറയുമ്പോൾ നമ്മൾ കണ്ണ് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ 20/20 വിഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വിഷനാണ്. അപ്പൊ നമുക്ക് പാർഷ്യലി ബ്ലൈൻഡഡ് ആയിട്ടാണ് ഇവിടെ ആളുകൾ നടക്കുന്നത്. അപ്പൊ ഈ ബ്ലൈൻഡ്നെസ് മാറിയിട്ട് എല്ലാ മനുഷ്യരിലും ക്രിസ്തു ഉണ്ട്, പക്ഷെ ആ ക്രിസ്തുവിനെ കാണാൻ എന്റെ കണ്ണ് തുറന്നു തരണമേ. അപ്പൊ എന്റെ കണ്ണ് തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓപ്പൺ മൈ ഐസ്. ഡേവിഡ് പ്രാർത്ഥിച്ച എന്തിനാ? ടു സീ ദ മിറക്കിൾസ് ഇൻ യുവർ ലോ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാനാണ് എന്റെ കണ്ണ് തുറക്കേണ്ടത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? എല്ലാ മനുഷ്യരിലും ക്രിസ്തുവിനെ കാണാൻ, എല്ലാ മനുഷ്യരിലുമുള്ള ക്രിസ്തുവിനെ കാണാൻ എന്റെ കണ്ണ് തുറക്കണമേ. ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഐ എം എ സിന്നർ. എന്താ? ഐ കനോട്ട് സീ ക്രൈസ്റ്റ് ഇൻ എവരി പേഴ്സൺ. എനിക്ക് എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. ചിലരും ഞാൻ ചെകുത്താനെയാ കാണുന്നേ, ചിലരും ഞാൻ ശത്രുവിനെയാ കാണുന്നേ. പക്ഷെ ഞാൻ ശത്രുവിനെയല്ല, ഞാൻ ക്രിസ്തുവിനെ എല്ലാ മനുഷ്യരിലും കാണാൻ തക്കവണ്ണം എന്റെ കണ്ണിനെ തുറക്കണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ
ലൈസോൻ കുറിയ ലൈസോൻ ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്. അപ്പൊ ആ പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരിലും, എല്ലാ പ്രതിഭാസങ്ങളിലും, എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളിലും, സകല ജീവബിന്ദുക്കളിലും അമൃതം വർഷിക്കുന്ന ആ ഇറ്റേണൽ ക്രൈസ്റ്റിനെ, അല്ലെങ്കിൽ ആ കോസ്മിക് ക്രൈസ്റ്റിനെ കണ്ടെത്തുന്ന കാഴ്ച, ആ കണ്ണ് തുറക്കുന്നത്, അതിനെയാണ് ഫോർട്ടിസിസ് എന്ന് പറയുന്നത്. അതാണ് നമുക്കുണ്ടാകുന്ന ജ്ഞാനോദയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനോദയത്തിലേക്ക് കണ്ണ് തുറക്കപ്പെട്ട് ലോകത്തിൽ മുഴുവൻ ക്രിസ്തുവിനെ കാണുക, അതിനാണ് ഈ ജ്ഞാനസ്നാനം. മാമോദിസായ്ക്ക് പറയുന്ന ഒരു പേര് ജ്ഞാനസ്നാനം. ഈ ജ്ഞാനത്തിൽ നടക്കുവാൻ, ഈ ജ്ഞാനത്തിലേക്ക് വളരുവാൻ കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ശരിയായ അണ്ടർസ്റ്റാൻഡിങ്. മറ്റേ റിലീജിയൻ ആണ്. നിങ്ങൾ ആ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളെ കർത്താവ് വന്നൊരു സാധനത്തെ ഊതി പൊക്കി കൊണ്ടുപോയിക്കോളും. അതായത് പ്രാന്ത്. അത് ക്രിസ്ത്യാനിറ്റി ഒന്നും അല്ല സഹോദരാ.